ഹേ ഗായ്സ്, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എന്താ അറിയോ, ഇന്ന് നമ്മളൊരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്യാൻ പോകണം. ഇപ്പം നിങ്ങൾ ആലോചിച്ചില്ലേ, ഇത്രയ്ക്കൊക്കെ ആയോ ഇവള്? മതി ചിന്ത മതി, കാര്യം പറയാം. ഇത് സബ്സ്ക്രൈബർ അല്ല ഗൈസ്, ഇത് നമ്മളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. മന്ദസ്മിതത്തോടെ ആണ്ട് കടന്നു വരുന്നു നമ്മളുടെ നായകൻ. ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് മാറി നായകന്മാരെ പോലെയൊക്കെ കളിക്കുന്നുണ്ട് കുട്ടി. ഇത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യത്തിനാണ് വന്നത്. അപ്പം നമ്മൾ കൂടെ പോയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണ്. ആദ്യം തന്നെ വിശപ്പ് മാറ്റാമെന്ന് കരുതി. വിശപ്പ് മാറ്റിക്കഴിഞ്ഞാലല്ലേ നമുക്കൊക്കെ ഒരു ഉഷാറ് വരുള്ളൂ. അതിനുശേഷം നേരെ നമ്മൾ കാര്യത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്ന് സംഭവമൊക്കെ പറഞ്ഞു. സാറന്മാർ നടത്തി തരുമോ ഇല്ലയോ എന്നറിയില്ലാത്തത് കൊണ്ട് അപ്പം തൊട്ട് കാറ്റ് പോയ പട്ടമാണോ എന്തോ ആയി മാറി കുട്ടി. പിന്നെ ആ ഒരു വിഷമം തീർക്കാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും പോകാനായി. സമയം എന്നൊക്കെ പറഞ്ഞാൽ ദാണ്ട പോണ മെട്രോ ഇല്ലേ, അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക്. നോക്ക്, ഇപ്പം തന്നെ നവംബർ കഴിഞ്ഞു, അതായത് ഇക്കൊല്ലം കഴിഞ്ഞു എന്ന് പറയാം. സമയം ആരെയും നോക്കി നിൽക്കുന്നില്ല ഗൈസ്. അപ്പോൾ കിട്ടുന്ന മൊമെൻറ്റ് എൻജോയ് ചെയ്യാം. പഴയതിനോർത്ത് വിഷമിക്കാനോ പുതിയതായി എന്ത് വരുമെന്നോർത്ത് സങ്കടപ്പെടാനോ സമയമില്ല. അപ്പോൾ എൻജോയ് ഈച്ച് മൊമെൻറ്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗായ്സ്.